ഗവർണർക്ക് പരാതി നൽകിയ ബൈജു നോയൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബൈജു, ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ കേസിൽ നിർണായകമായ ഒരു തീരുമാനം ഹൈക്കോടതി പറഞ്ഞതാണ്, പുനരന്വേഷണം വേണം എന്ന്. ആ ഘട്ടത്തിലാണ് താങ്കൾ ഗവർണർക്കൊരു പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകാനുണ്ടായ ഒരു സാഹചര്യം, ഒപ്പം ഇതുമായി ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ച ഒരു കേസിലെ പ്രതി ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമ്മളെ ഭരിക്കുന്നത് തീർത്തും അനൗചിത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ശ്രദ്ധയിൽ ഈ കാര്യം ഞാൻ പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സഹിതം ഞാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ഇദ്ദേഹത്തിന്റെ രണ്ടാമതുള്ള സത്യപ്രതിജ്ഞയ്ക്ക് എതിരായിട്ട് നിൽക്കുകയും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണോ ഈ സത്യപ്രതിജ്ഞ നടത്തിയത് എന്ന കാര്യത്തിൽ പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സജി ചെറിയാന്റെ പേരിലുള്ള കേസുകൾ അവസാനിച്ചു എന്നാണ് അദ്ദേഹം പൊതുമധ്യത്തിൽ വെച്ച് പറഞ്ഞത്. വാസ്തവത്തിൽ ആ കേസ് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഈ കേസ് നിലവിൽ കേസ് ഉണ്ട്. ആ കേസിലെ പ്രതി തന്നെയാണ് അദ്ദേഹം. ആ സാഹചര്യത്തിൽ അത് അന്ന് അദ്ദേഹം ഗവർണർ എടുത്ത, അല്ലെങ്കിൽ ഗവർണർ അദ്ദേഹത്തെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉണ്ടായ ആ സാഹചര്യം ഒന്നുകൂടെ പുനഃപരിശോധിക്കണമെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അന്ന് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തെ പോലെയുള്ള ഭരണഘടനയെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്ത ഒരു കേസിലെ പ്രതി ഭരണഘടന അനുവദിച്ചു നൽകുന്ന ഇത്തരം അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരിക്കുന്നത് തീർത്തും ഉചിതമായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ബൈജു, താങ്കളാണ് ഈ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുമായി ആ സംഭവത്തിൽ ഇനി എങ്ങനെയാണ്? CBI അന്വേഷണം വേണമെന്നുള്ള ഒരു കാര്യത്തിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്? തീർച്ചയായും CBI അന്വേഷണം, ഒരു CBI പോലെ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ആ കേസിനകത്ത് ഉള്ള അന്വേഷണം ഫ്രീ ആൻഡ് ഫെയർ മാനറിൽ നടക്കുകയുള്ളൂ. ഇപ്പോഴും കേരളത്തിലെ ഒരു മന്ത്രിയായിരിക്കുന്ന ഈ കേസിലെ പ്രതി, അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിച്ചാൽ അതിനകത്തുള്ള സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ CBI പോലൊരു ഇൻഡിപെൻഡന്റ് ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്ന് പറയുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം എന്നുകൂടെയാണ് എന്റെ ആവശ്യം. ഈ ഗവർണർക്ക് കൊടുത്ത പരാതിയിൽ താങ്കൾ എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട്? ഇതിലൊരു നടപടിയുമായി ഗവർണർ മുന്നോട്ട് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും ഗവർണർ അതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ആലോചിച്ച് കൈക്കൊള്ളും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ശരി, വളരെയധികം നന്ദി ശ്രീ ബൈജു നോയൽ, അമൃത വാർത്തകൾക്കൊപ്പം ചേർന്നതിന്. നേരത്തെ ശ്രീജിത്ത് നായരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ടായിരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ബൈജു നോയൽ സൂചിപ്പിച്ചതുപോലെ തന്നെ CBI അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർക്ക് കൂടി പരാതി നൽകുന്നത്.